ഹായ് ഫ്രണ്ട്സ്. ഇന്ന് കുറച്ച് വിശേഷം പറയാമെന്ന് വിചാരിച്ചു. വേറെ വീഡിയോസൊന്നുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നും എന്നും എങ്ങനെയാണ് അവരെ തന്നെ എടുത്തിടുന്നതെന്ന് ഓർത്തിട്ട് ഇന്ന് അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുത്തിടാം. നമ്മൾ കുറച്ച് കാടയും കൂടെയൊക്കെ ഇറക്കിയായിരുന്നല്ലോ. അതിനകത്ത് 1-2 പേരൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയായുള്ളൂ നമ്മൾ കൊണ്ടുവന്നപ്പോഴേ ഞാനത് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ചയ്ക്കകത്ത് മുട്ടയിട്ട് തുടങ്ങേണ്ട പരുവത്തിലുള്ള കാടയെന്നാണ് ആ ചേട്ടൻ തന്നപ്പോഴേ പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, പുള്ളി പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് മോർട്ടാലിറ്റിയും കുറവാണ് കാട കൊണ്ടുവന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് നമുക്ക് ഒത്തിരി മോർട്ടാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ പ്രാവശ്യം കൊണ്ടുവന്ന് നമുക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് വലുതായി ഒരു പരുവായിട്ടുള്ള നല്ല കുട്ടികളെ കിട്ടിയേക്കണേ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇച്ചിരി വലിയ രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അഖിലേട്ടന് ജോലിയുണ്ട്. നമുക്ക് ഡോഗ്സും ക്യാറ്റും നമുക്ക് വല്ലപ്പോഴും നമുക്ക് അങ്ങനെ അവരെ ബ്രീഡായി കിട്ടുന്ന ചെറിയ അങ്ങനെ ഒരു വരുമാനം ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചിലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കണേ, ഏതായാലും നമ്മൾ ഇവരെ നോക്കലും ഇതൊക്കെ ആയിട്ട് അഖിലേട്ടനും അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും നീ ഇതിനായിട്ട് ഇറങ്ങി ഇവരെ നോക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാടയുടെ ഒരു ഇച്ചിരിയും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കൂടി ഒരു വരുമാനം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് അത്രയും കൂടെ വരുമാനം ആവൂലേ. അഥവാ നമുക്ക് ഒരാൾക്ക് ജോലി ഇല്ല, കുറച്ച് ദിവസം ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണമല്ലോ കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ വച്ചിട്ട് കാടയുടെ കാര്യങ്ങൾ നമ്മൾ ഇച്ചിരിയും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റാർട്ടിങ്ങിലാണ് സത്യം പറഞ്ഞാൽ പിന്നെയും പോയി നമ്മൾ കുറച്ച് കാടയും കൂടെ ഇറക്കിയേക്കുന്നത്. നമ്മൾ അതിൽ നിർത്താൻ വേണ്ടിയിട്ടല്ല അത് ഇറക്കിയേക്കുന്നത്. ഇത് ഇറക്കി ഇവർ മുട്ട സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ 500 പീസും കൂടി നമ്മൾ ഇറക്കും. ആ ഇറക്കുന്നതിൻ്റെ എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടുതരും കേട്ടോ. അപ്പോൾ പുതിയ കൂടുകൾ നമ്മൾ സെറ്റായിട്ടുള്ള അവരുടെ കൂടുകൾ പുതിയത് നമ്മൾ പണിയുമായിരുന്നു ഇതുവരെയൊക്കെ. ഇനി നമ്മൾ പണിയുന്നില്ല, നമ്മൾ റെഡിമെയ്ഡ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ നല്ല കൂടുകളാണ് എന്നുവെച്ചാൽ. അപ്പോൾ നല്ല ഭംഗിയിൽ അതുപോലെ നല്ല സെറ്റായിട്ട് എല്ലാവരും ഇരിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ട കറക്റ്റ് സൗകര്യങ്ങൾ നമ്മൾ പണിയുമ്പോൾ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് തന്നെ മേടിക്കുമ്പോൾ അത് കറക്റ്റ് ലെവലും കാര്യങ്ങളും എല്ലാം ഉള്ള കൂടാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ കാടയുടെ മുട്ട സ്റ്റാർട്ടായതിന് ശേഷം നമ്മൾ അടുത്തത് 500 കാടയും കൂടി നമ്മൾ ഇറക്കും. 500 കാടയും കൂടി ഇറക്കി അവരുടെ മുട്ടയും സ്റ്റാർട്ടായി നമ്മൾ അതൊരു വിധം ആയതിന് ശേഷമാണ് പിന്നെ അതിൽ കൂടുതലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. പക്ഷെ നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ചെറുതാണെങ്കിലും പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ, നമുക്ക് ചെറുതാണെങ്കിലും കൂട്ടിക്കൂട്ടി നമ്മൾ അതായത് ഒരിച്ചിരി അധികമാവുന്നതിനനുസരിച്ച് നമുക്ക് 1 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 10 രൂപയാക്കാൻ നോക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ഞങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. അപ്പം അത് കൊണ്ടുവരുമ്പോഴും അത് സെറ്റാക്കുമ്പോഴും ഇവിടെ ഇടുമ്പോഴും അവർ മുട്ട സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴും എല്ലാം അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരും കേട്ടോ ഞാൻ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറൊന്നും വേണ്ടിയില്ല, അറിയാത്ത ഒത്തിരി പേരുണ്ടാവും, അവരും കൂടി തുടങ്ങുക. എല്ലാവരും ചെറിയ ചെറിയ വരുമാനങ്ങൾ വീട്ടിലിരിക്കുന്ന ലേഡീസിനാണെങ്കിലും അവർക്ക് നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നത് വലിയ കാര്യമാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട് നമ്മുടെ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോകാൻ ജോലിക്ക് പോകാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല, അവൾ കുഞ്ഞേ മോളല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് അങ്ങനെ ചെയ്തെടുക്കാൻ നോക്കുക എന്നുള്ളൊരിതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർ, ഇതിനൊരു ആഗ്രഹം കൂടി വേണം കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെറ്റ്സിനെ വളർത്താമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും എളുപ്പം നടക്കുന്നൊരു കാര്യമില്ല. നമുക്കതിനൊരു മനസ്സും വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഷിയണം. നമുക്ക് എപ്പോഴും കുളിച്ചൊരുങ്ങി നല്ല ഭംഗിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് നല്ല ഒരു ഇതായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ മുഷിഞ്ഞ് തന്നെ നമ്മൾ ജോലി ചെയ്യണം. കോഴിയാണെങ്കിലും കാടയാണെങ്കിലും ഇനിയിപ്പോൾ ഡോഗ്സ് ആണെങ്കിലും ക്യാറ്റാണെങ്കിലും നമുക്കതിനകത്ത് മുഷിയലുണ്ട്. എനിക്കിതുവരെ തോന്നിയിട്ടില്ല, വേറൊന്നും കൊണ്ടല്ല, എനിക്കവരെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആ മുഷിയൽ തോന്നാതിരിക്കണമെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് അവരെ ഇഷ്ടമുള്ളവരായിരിക്കണം. ഇഷ്ടമുള്ളവർക്കാണെങ്കിലാണ് അവർക്ക് മറ്റേ ഒമിറ്റ് ചെയ്യുന്നവരുണ്ടാവും, ഒമിറ്റ് ചെയ്യും, പിന്നെ അവർക്ക് മോശം പോവും, പിന്നെ മൂത്രം ഒഴിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തർ തൊടാൻ തന്നെ ബുദ്ധിമുട്ട്, വിഷം, അറപ്പ് ഒക്കെ വിചാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം നമുക്ക് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് മനസ്സുള്ളവർക്ക് മാത്രമാണ് നമുക്ക് പെറ്റ്സിൻ്റെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും എടുത്തു ചാടരുത്. ആ പെറ്റ്സിനോടൊരു സ്നേഹവും
അത് അവരെന്ത് ഏതവസ്ഥയിലാണെങ്കിലും അവരെ നമുക്ക് കെയർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, സക്സസ് ആണ്.